സുരേഷ് ഗോപിയുടെ ഈ പിറന്നാളിന് ഒരല്പം മധുരം കൂടുതലാണ്. കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ പിറന്നാളാണിത്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അദ്ദേഹം കടന്നുവന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. എനിക്ക് തൃശ്ശൂർ വേണം. നിങ്ങളെനിക്ക് ഈ തൃശ്ശൂർ തരണം. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. എനിക്ക് വേണം ഈ തൃശ്ശൂർ. പരിഹാസങ്ങളും ആക്ഷേപങ്ങളും നിറഞ്ഞതായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപിയിലേക്ക് എത്തുന്നത്. 1 ലക്ഷത്തിലേറെ വോട്ടിന് പരാജയപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിച്ചു. അവിടെയും പരാജയം. ഞാൻ ഒരു ബോർഡ് വായിച്ചായിരുന്നു, നമ്മുടെ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കൂല. പരാജയങ്ങളിൽ പിന്മാറാതെ തൃശൂരിലെ ജനങ്ങളോടൊപ്പം സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി സഞ്ചരിച്ചു. വനവാസി മേഖലയിലെയും തീരദേശ ജനതയുടെയും ഇടയിലേക്ക് അദ്ദേഹം എത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഇടപെടലുകൾ നടത്തി. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ഹൃദയത്തിലും അദ്ദേഹം ഇടം നേടി. ഇതിനിടയിൽ വിവാദങ്ങൾക്കും കുറവുണ്ടായില്ല. കള്ളക്കേസുകളിലൂടെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടി. 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 7 മണ്ഡലങ്ങളിൽ 6 സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം. എതിർ സ്ഥാനാർത്ഥികളെ നിലംപരിശാക്കിയുള്ള സുരേഷ് ഗോപിയുടെ വിജയം തൃശൂരിലെ ജനത ആഘോഷമാക്കി. ശക്തന്റെ തട്ടകം മറ്റൊരു പൂരത്തിന് സാക്ഷ്യം വഹിച്ചു. വിജയരഥത്തിലേറി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ സുരേഷ് ഗോപിയെ കാത്തിരുന്നത് കേന്ദ്രമന്ത്രി പദം. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. പരിഹസിച്ചവർക്കും വിവാദങ്ങൾ ഉണ്ടാക്കിയവർക്കും മുന്നിൽ വീണ്ടും സുരേഷ് ഗോപി ജനങ്ങളെ ചേർത്തുപിടിച്ച് പ്രതിഫലമിച്ഛിക്കാത്ത തന്റെ പ്രവർത്തനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.